നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ള ഒരു ഷെഷ്വാൻ നൂഡിൽസ് ആണ്. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഷെഷ്വാൻ നൂഡിൽസിൽ നമ്മൾ ഷെഷ്വാൻ സോസ് ഉണ്ടാക്കുന്നത് നമ്മളിതിൽ കാണിച്ചിട്ടില്ല. അത് നമ്മൾ ജസ്റ്റ് ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില്ലി പേസ്റ്റാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നൂഡിൽസ് വേവിക്കാനായിട്ട് നല്ലോണം തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഒരു പകുതി പീസ് ആണ് നമ്മൾ നൂഡിൽസ് ഇടുന്നത്. അതിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിടാണ്. നല്ല തള വന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ജസ്റ്റ് നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഓരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് തന്നെ ഇടാണ്. വെന്ത് വരാനായിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഇത് കുക്കായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ജസ്റ്റ് രണ്ടായിട്ട് സ്പ്രെഡ് ആവുന്ന സമയത്താണ് നമ്മളത് കോരി മാറ്റുന്നത്. ഇത് നമ്മൾ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് അതിനെ തണുപ്പിക്കുകയാണ്. മസ്റ്റായിട്ട് നമ്മൾ നൂഡിൽസ് ബോയിൽ ചെയ്താൽ അത് ഊറ്റാൻ നേരത്ത് ഊറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ ജസ്റ്റ് നല്ല രീതിയിൽ, അപ്പോൾ ജസ്റ്റ് അത് ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ ശരിക്കും പെട്ടെന്ന് സ്റ്റിക്കി ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ പശ മുഴുവൻ കഴുകി കളയുക. ഇനി നമ്മൾ അതിൻ്റെ മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൽ ബട്ടർ ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടും അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് റെഡ് ചില്ലി ഇടാം. ഇപ്പം നമ്മൾ ഗാർലിക് ജസ്റ്റ് ഒന്ന് കുക്കാക്കി ഗാർലിക് ഇട്ടാണ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നത്. ഗാർലിക് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് റെഡ് ചില്ലി എല്ലാം ഇട്ട് സോട്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അതിലേക്ക് 2 മുട്ടയാണ് നമ്മൾ ചേർക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മുട്ട ചിക്കി പറിച്ച്, ഇപ്പോൾ അത്യാവശ്യം നല്ല ഫയറിലാണ് ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തു. 2 ഉണക്കമുളകാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫയർ അല്പം കുറച്ച് അതിലേക്ക് വെജിറ്റബിൾ ജൂലിയനായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് ഇത് ചേർത്ത് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ ചെറുതായിട്ട് നീളത്തിലാണ് നമ്മൾ നൂഡിൽസ് ഇരിക്കുന്ന പോലെ തന്നെ നീളത്തിലാണ് സാധാരണ നമ്മൾ കട്ട് ചെയ്തിട്ട് നൂഡിൽസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1.5 മിനിറ്റ് മാക്സിമം 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഷെഷ്വാൻ സോസ്, ഇപ്പോൾ നമ്മളിത് ചില്ലി പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി സോസാണ് നമ്മളിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ഇത് ആഡ് ചെയ്യാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യണം. നമുക്ക് കുറച്ചും കൂടി ഒരു വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ കടായി പോലുള്ളൊരു പാൻ എടുത്തത്. അത് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പാൻ എടുത്ത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ സാധാരണ ചട്ടി ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂണുള്ള ഉപ്പ്, ഒരു പിഞ്ച് പഞ്ചസാര, ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ വൈറ്റ് പെപ്പർ ഇട്ടിട്ടില്ല. ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതിൽ നമുക്ക് ഈ സമയത്ത് ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് അല്പം സ്റ്റാർ നൈസിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുത്ത് നല്ല സ്പൈസി ആയിട്ട് തന്നെ കിട്ടും. ഈ സമയത്തൊക്കെ നമുക്ക് ശരിക്കും സ്പ്രിംഗ് ഓനിയൻ ഇട്ട് തന്നെ ഗാർണിഷ് ചെയ്തെടുക്കേണ്ടതാണത്. അപ്പോൾ ഷെഷ്വാൻ നൂഡിൽസിൻ്റെ പ്രത്യേകത നല്ല സ്പൈസി ആയിരിക്കും. നമ്മൾ റെഡ് ചില്ലിയുടെ ഒരു ഫ്ലേവർ ആയിരിക്കും കൂടുതൽ ഇതിന് വരിക. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി ഇതിൽ ആഡ് ചെയ്യാം. ഇതിൽ വേണ്ടത് ആദ്യം സ്പ്രിംഗ് ഓനിയൻ്റെ കടഭാഗം നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്തിട്ട് വേണം ഇത് ആദ്യം ചെയ്യാനായിട്ട്. നമ്മളിതിലിപ്പോൾ ഇതിൽ സ്പ്രിംഗ് ഓനിയൻ ഇട്ടിട്ടില്ല. നമുക്ക് വീട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ട് ഐറ്റങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഷെഷ്വാൻ നൂഡിൽസാണ് നമ്മളിന്നിവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റാർ നൈസിൻ്റെ പൗഡർ മസ്റ്റായിട്ട് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ സ്റ്റാർ നൈസിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.